250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 60 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. 220 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് വേണ്ട സമയം എത്ര? ഇവിടെ തന്നിരിക്കുന്നത് തീവണ്ടിയുടെ നീളം 250 മീറ്ററാണ്. അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം 220 മീറ്ററാണ്. കൂടാതെ വേഗതയും തന്നിട്ടുണ്ട്, അത് 60 km/h ആണ്. അപ്പോൾ വേഗത നമുക്ക് എപ്പോഴും മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 60 km/h എന്നത് 60 × 5/18, അതായത് 50/3 മീറ്റർ/സെക്കൻഡ്. ഇനി നമുക്ക് ദൂരം കാണുമ്പോൾ തീവണ്ടിയുടെ നീളവും അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടി കൂട്ടിയിട്ട് വേണം കാണുവാൻ. ഇവിടെ തന്നിരിക്കുന്നത് തീവണ്ടിയുടെ നീളം 280ഉം പ്ലാറ്റ്ഫോമിൻ്റെ നീളം 220ഉമാണ്. അപ്പം ദൂരം നോക്കുമ്പോൾ 500 മീറ്റർ. നമുക്കിവിടെ കാണേണ്ടത് സമയമാണ്. സമയം നമുക്കറിയാം. സമയം കാണണമെങ്കിൽ ദൂരം ഹരിക്കണം വേഗത, അതായത് 500 ഹരിക്കണം വേഗത 50/3, 500 ഗുണിക്കണം 3/50 എന്നാകും. അപ്പം നമ്മുടെ ഉത്തരം 30 സെക്കൻഡ്.